ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മളിപ്പോ 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നിപ്പം 20-ാം തീയതി ആണ് കേട്ടോ. സെപ്റ്റംബർ 20-ാം തീയതി ആണ്. രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഒരു 7:10 നമ്മൾ ഇറങ്ങി കേട്ടോ. വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഓൺലൈനിലായിട്ടില്ല കേട്ടോ. നമുക്ക് CNG ഇല്ല. അപ്പൊ ഈ CNG അടിക്കണം. അപ്പൊ എല്ലാ ദിവസവും നമ്മള് കുണ്ടന്നൂർ CNG പമ്പിൽ നിന്നാണ് CNG അടിക്കാറ്. അപ്പൊ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മള് പേട്ടയ്ക്ക് പോകാന്ന് വെച്ചു. പേട്ട CNG പമ്പിൽ പോയി CNG അടിച്ചിട്ട് ഓണാക്കാം. സാധാരണ രീതിയിൽ ഇവിടെ കിടന്ന് ഓണാക്കിയിട്ടാണ് ഇവിടുന്ന് ട്രിപ്പ് എടുത്താണ് പോകുന്നത്. ഇക്കുറി ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നേരെ പേട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെയൊക്കെ ഓട്ടത്തിന് ഇറങ്ങി വീഡിയോ എടുത്തായിരുന്നു. പക്ഷേങ്കിൽ തീരെ ഓട്ടം കുറവാണ്. ഇന്നലെ വൈകുന്നേരം വരെ കിടന്നിട്ട് എനിക്ക് 540 രൂപയാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ഒരു സുഖം തോന്നിയില്ല വീഡിയോ എടുക്കാൻ. നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. നമ്മള് ഊണൊക്കെ എടുത്തിട്ടുണ്ട്. ഊണ്, പപ്പടം, പഴം എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും രാവിലെ നല്ല മഴയായിരുന്നു തോന്നുന്നു. നടക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെങ്കിൽ മഴ ആയതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായിരുന്നു. കുറച്ചു കൂടി അവിടെ കിടന്നു. അപ്പൊ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പതുക്കെ കൂടി വരുന്നുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മള് 274 പേരുണ്ട്. എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു കേട്ടാ. അപ്പൊ മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് CNG ഒക്കെ അടിച്ചിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം കേട്ടാ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമ്മളിപ്പോ CNG അടി കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോ യൂബർ ഓണാക്കാൻ പോവാണ്. CNG ഒക്കെ അടിച്ച് ഫില്ലാക്കി. അപ്പൊ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ കയറി കേട്ടോ. ഇന്നലെ നമ്മളെ 8-ന്റെ പണിയാണ് യൂബർ തന്നത്. നമ്മളെ മൈൻഡ് കൂടി ചെയ്തില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ഓണാക്കാം. ഓക്കെ, ഭഗവാന് ഇൻട്രസിറ്റി ഒക്കെ ഓണല്ലേ നോക്കട്ടെ. ഇൻട്രസിറ്റി ഒക്കെ ഓണാണ്. ഓക്കെ, നമ്മള് യൂബർ മാത്രം ഓണാക്കിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മള് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഓയിൽ ചേഞ്ചിങ്ങിനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഒരു 3000 ചില്ലാനും കിലോമീറ്റർ കൂടെ ഉണ്ട്. 1:10 ചെയ്യണ്ട. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് അടിക്കട്ടെ. കോലഞ്ചേരി അടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അത് അടിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, മാച്ച് ട്രിപ്പാണ്. ഇപ്പൊ കൂടുതലും മാച്ച് ട്രിപ്പ് അടിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ട്രിപ്പ് ഒന്നും വന്നില്ല. ഇതുകൊണ്ട് ഫുള്ള് സർജാണ്. പക്ഷെ എങ്കിൽ ട്രിപ്പ് അടിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഓൺലൈനിൽ വന്നിട്ട് 1 മണിക്കൂറാകാൻ പോകുന്നു കേട്ടോ. ഓക്കെ, നമുക്കൊരു കോള് വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് മരടിലോട്ട് പോവാണ് കേട്ടോ. മരടിലോട്ട് പോയി നോക്കാം. നമുക്ക് കുറച്ചങ്ങോട്ട് മാറ്റിയിടാം. ഇവിടുന്ന് ട്രിപ്പ് വരാൻ ഉണ്ടോ? ഫുള്ള് സർജാണ്. കുന്നത്തുനാട് ഭാഗത്താണ്. ഓക്കെ, ഏതായാലും നോക്കാം. ഒരു 8 വരെ നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഓണാക്കിയിടാ. അങ്ങനെ നമ്മള് 1 മണിക്കൂർ പോസ്റ്റ് ആക്കിയെങ്കിൽ പോലും വന്നപ്പോ നല്ല ചിമിട്ട സാധനം ഒരെണ്ണം വന്നു കേട്ടാ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. മാച്ച് ട്രിപ്പാണ് അടിച്ചേക്കുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 510 രൂപ ട്രിപ്പാണ്. എങ്ങോട്ടാണെന്നല്ല, എയർപോർട്ടൊന്നും അല്ല, വേറെ എങ്ങോട്ടേക്കാണ്. നോക്കട്ടെ കേട്ടാ.
എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഏതായാലും വന്നു. കാത്തിരുന്ന് വന്നത് നല്ല ചിമിട്ട സാധനം പറഞ്ഞു. ഇന്റർസിറ്റി അല്ലെന്ന് തോന്നുന്നു. ഏതായാലും നോക്കാം. മരടിന്നാണ് കേട്ടോ, ജയന്തി റോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി പിക്ക് ചെയ്യാം. പൈസ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് വടക്കുംപുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, നോർത്ത് പറവൂരാണ്. ഒടുക്കത്തെ നഷ്ടം എന്ന് വെച്ചാൽ ഒടുക്കത്തെ നഷ്ടമായിപ്പോയി. അയ്യോ, ഊബർ ഇങ്ങനെ മാന്താൻ തുടങ്ങി ഒരു രക്ഷയില്ലാത്ത മാന്തലായിപ്പോയി. വേണ്ട, 34 കിലോമീറ്ററിന് 710 രൂപ തന്നിട്ട് അതിൽ നിന്ന് 300 എത്രയാണ് മേടിച്ച്, 200 സംതിങ് അവരെടുത്തോണ്ട് പോയി. എന്ത് പറയാനാന്നൊക്കെയാണ്. എൻ്റെ ബില്ല് കാണിക്കാൻ കിട്ടുന്നില്ല. ഇവിടെ നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. വേണ്ട, 34 കിലോമീറ്റർ ഓടി, 1 മണിക്കൂർ 5 മിനിറ്റ്. വേണ്ട, 485 രൂപ, 224 രൂപ യൂബറിന്റെ അണ്ണാക്കി തിരിയും. എത്ര കിലോമീറ്റർ ഉണ്ടാകുന്നറിയാം? 34.60. എത്ര രൂപ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാവേ. 456 × 34.60 കണ്ടോ, കിലോമീറ്ററിന് 13 രൂപ തന്നേക്കുന്നത്. അതോ ഈ ഊടായ്പ ട്രിപ്പ് എല്ലാം തരുന്നത് എങ്ങനെയാണെന്നറിയോ? മാച്ച് ട്രിപ്പിലാണ് തരുന്നത്. നമ്മള് ഇത്ര ഇത് കാണിക്കുന്നു പറയുമ്പോൾ മാച്ച് ട്രിപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ചാടിയെടുക്കും. കാരണം ഇത്രയും നമുക്ക് കാണിച്ച 535 രൂപ കണ്ടാ കാണിച്ചത്. ഒന്നാമത്തെ വായിക്കാനുള്ള സമയമില്ല, കിട്ടില്ല. ടൂന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കുള്ളൂ. അത് 10 എണ്ണം വന്നാലാണ് ഒരെണ്ണം കിട്ടുന്നത്. അപ്പൊ അത് വന്ന പാടെ ചാടി എടുത്തു. എങ്ങോട്ടാന്ന് ഒന്ന് വായിച്ചു നോക്കാനോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാനോ ഒന്നും സാവകാശമില്ല. എല്ലാം പട്ടേന്നും പറഞ്ഞേ വരുന്നത്. ഇങ്ങനെ ഊടായ്പ ട്രിപ്പുകൾ വരുമ്പോ ഇങ്ങനെ ഊടായ്പ ട്രിപ്പ് എല്ലാം മാച്ചായിട്ടായിട്ട് വരുന്നത്. നമുക്ക് കിട്ടില്ല. നമ്മളെ പെടുത്തുക എന്നുള്ളതാണ് യൂബറിന്റെ തന്ത്രം. നമ്മൾ അവിടെ ചെന്ന് OTP അടിച്ചു കഴിയുമ്പോഴാണ് ഇത്ര കിലോമീറ്റർ. ഇത് ഒടുക്കത്തെ നഷ്ടം വെച്ചാൽ പൊരുത്ത നഷ്ടമായിപ്പോയി. യൂബർ മുടിഞ്ഞു പോവുള്ളൂ യൂബറെ. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും പെട്ട് മനസ്സിനാകെ ഒരു ഇതല്ല, ഒരു സുഖമില്ല. കാരണം 13 കിലോമീറ്റർ, 1 കിലോമീറ്റർ 13 രൂപ വെച്ചാൽ വന്നേക്കുന്നത്. ഈ 34 കിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയ ട്രിപ്പാണ്. എങ്ങനെ മുതലാവും? യൂബർ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? ഒരു മനസാക്ഷി വേണ്ടേ? 224 രൂപ അമ്മമാരെടുത്ത് നോക്കിക്കോണം. ഒടുക്കത്തെ തീറ്റ കഴിഞ്ഞു, ഒടുക്കത്തെ തീറ്റ തിന്നട്ടെ. യൂബറിന്റെ മാച്ച് ട്രിപ്പ് പറ്റിയിലാണ് കേട്ടോ. ആരും യൂബറിന്റെ മാച്ച് ട്രിപ്പ് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് എടുക്കാവുള്ളൂ. എനിക്ക് അബദ്ധം പറ്റി, ഇനി നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. കാരണം രാവിലെ 500 ചില്ലറ രൂപ ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചു. കാരണം 1 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് നമുക്ക് ട്രിപ്പ് വന്നത്. അപ്പൊ സന്തോഷിച്ചു. ചിമിട്ട സാധനം വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തപ്പോഴാണ് യൂബർ നമുക്കിട്ട് പണി തന്നു എന്ന് വിചാരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മള് പിന്നടിച്ചപ്പോ 33 കിലോമീറ്റർ ഓടി ഇവിടെ വന്നപ്പോ നമുക്ക് കിട്ടിയതാണ് 486 രൂപ. തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തെണ്ടിത്തരമാണ് യൂബർ കാണിക്കുന്നത്. ഇത് ഒരു ചൊല്ലുണ്ട്, എന്നാ അനിയത്തിയെ കാണിച്ച് ചേർത്തിയെ കെട്ടിക്കുന്ന ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് 500-ന് മുകളിൽ പൈസ ഉണ്ടായിരുന്നു. 555 535. ഒന്നാമത്തെ മാച്ച് ട്രിപ്പാണ്. നമുക്കൊന്ന് വായിക്കാനോ ഒന്നിനും ടൈം തരില്ല. ഒറ്റ വരുന്നതും പോകുന്നതും എല്ലാം ഒരുമിച്ചായിരിക്കും. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ട്രിപ്പ് വന്നത്.
അന്ന് അങ്ങനെ കിട്ടിയതാണ്, അല്ലെങ്കിൽ കിട്ടുകയില്ല. അപ്പൊ എങ്ങോട്ടാണെന്ന് നോക്കിയില്ല, ജസ്റ്റ് എമൗണ്ട് ഒന്ന് ഓടിച്ചു. 530 585 അങ്ങനെയാണെന്തോ കാണിച്ചേ. ചാടി എടുത്തു. അവിടെ ചെന്നപ്പോ 33 കിലോമീറ്റർ. പോട്ടെ, 535 585 എന്തേലും ആയിക്കോട്ടെ, ആ കാണിച്ച പൈസയെങ്കിലും തരാനുള്ള മര്യാദ കാണിക്കണ്ടേ? എന്ത് നാർത്തര കാണിക്കുന്നറിയോ യൂബർ. ഈ ഇത്രയും വണ്ടി 30 കിലോമീറ്റർ ഓടിയെന്ന്, ഇതിന്റെ ടയർ തേയ്മാനം, ഇത്രയും ഗ്യാസ് മെയിൻ്റെനൻസ്, ഇതൊക്കെ നോക്കണ്ടേ? ഇത്രയും എമൗണ്ട് ഇങ്ങനെ കുറക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുറവ് കുറയ്ക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആരും മാച്ച് ട്രിപ്പ് വരുന്നതേ ചാടിയെടുക്കല്ലേ. പോവാണെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് വായിച്ച് സ്ഥലം മനസ്സിലാക്കിയിട്ട് എടുക്കാന്നുള്ളേ ഉള്ളൂ. ഇത് മാച്ച് ട്രിപ്പ് ആളെ പറ്റിക്കാനുള്ള യൂബറിന്റെ ഒരു തന്ത്രമാണ്. ഒരു രക്ഷയില്ലാത്ത പറ്റിക്കുന്നത്. ഏതായാലും നമ്മൾ ഇവിടെ വന്ന് പെട്ടു, ഇവിടെ കിടക്കുകയാണ് കേട്ടാ നോർത്ത്. ഇനിയിപ്പോ ഇവിടുന്ന് വേറൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. യൂബർ 2 ദിവസമായിട്ട് നമ്മളോട് പിണക്കത്തില്ല. ഇവിടുന്നൊക്കെ റാപ്പിഡോയിലൊക്കെ അടിക്കുമെന്നറിയില്ല. ഏതായാലും ഓണാക്കി ഇടാം, കിട്ടിയാ കൂട്ടി. രാവിലെ ചോറൊക്കെ തന്ന കൂട്ടത്തിൽ 2 പഴമൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ പഴമൊക്കെ തിന്ന് ഇരിക്കാം. ചോറിന്റെ കൂടെ കഴിക്കാൻ തന്നല്ല കേട്ടാ, വെറുതെ ഇരിക്കുമ്പോ കഴിച്ചോന്നും പറഞ്ഞ് വന്നതാണ് പെണ്ണുമ്പിള്ള. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് പഴം കഴിക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മളിപ്പോ നോർത്ത് പറവൂരാണ്. നമ്മള് വടക്കം പറവൂരായിരുന്നു, അവിടുന്ന് ട്രിപ്പ് കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു കൊടുങ്ങല്ലൂർ അടിച്ചിട്ടുണ്ട്. ഒരു ഇന്റർസിറ്റി ആണ് കേട്ടോ, 15 കിലോമീറ്റർ. നമ്മള് വന്ന വഴിയല്ലെന്ന് തോന്നുന്നു. 15 കിലോമീറ്ററിന് 385 രൂപയാണ് കാണിച്ചേക്കുന്നത് കേട്ടാ. അവിടെ ചെല്ലുമ്പോ അറിയാൻ ഏത് കോലത്തിൽ കിട്ടുമെന്ന്. ഏതായാലും നമ്മളത് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവര് ബുക്ക് ചെയ്തേക്കുന്നത് ഒരു വിനോദമാണ് കേട്ടോ, ബുക്കിങ്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. ഇപ്പൊ സമയം 10 മണിയായി കേട്ടോ. നമുക്ക് ഇതുവരെ ആയിട്ട് ഇതിപ്പോ നമ്മുടെ 2ാമത്തെ ട്രിപ്പാണ്. നമ്മള് 7:15 നമ്മൾ ഓൺലൈൻ വന്നതാണ് കേട്ടോ. നമ്മള് മറ്റേ റാപ്പിഡോയും കേരള സവാരിയൊക്കെ ഓണാക്കി ഇട്ടായിരുന്നു, പക്ഷെ അതിലൊന്നും വന്നില്ല. നമുക്ക് യൂബറിൽ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ ഒരു സ്കൂളിലോട്ടായിരുന്നു. അതില് 354 കാണിച്ചതിൽ 356 കണ്ടേ കിട്ടിയുള്ളൂ കേട്ടോ. ഏതായാലും അത്രയും കിലോമീറ്റർ ഓടിയില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് തിരിയേണ്ട ചെറിയൊരു ഷോർട്ട് കട്ട് കയറി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് ഇനിയിപ്പോ എപ്പോ അടിക്കുക, എങ്ങനെ അടിക്കുക, എവിടെ നിന്ന് അടിക്കുന്നൊന്നും ഒരു പിടിയില്ല. ഓക്കെ, ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് തണല് നോക്കി അവിടെ ഒതുക്കാം. നമുക്ക് ഇവിടുന്ന് കൊടുങ്ങല്ലൂരിന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. രാവിലെ നമ്മള് കൊണ്ടുവിട്ട ആള് തന്നെയാണ്. ഇവിടെ ആകെ കിടന്ന് വേറെ ഇറങ്ങി. എത്ര മണിക്കൂർ ഇവിടെ കിടന്നറിയോ. അപ്പൊ ഈ ട്രിപ്പ് ഒന്ന് അടിച്ചതാണ്, ഇതിനു മുന്നേ ഒന്ന് അടിച്ചതാണ്. അപ്പൊ നമ്മളത് എടുക്കാണ്ട് വിട്ടു. വേറൊന്നുമല്ല,
ചെറിയ ട്രിപ്പാണ്. അപ്പൊ 248 രൂപയേ ഉള്ളൂ. 14 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ ഇനിയിപ്പോ സമയം എത്രയായി, ഇനിയിപ്പോ എങ്ങനെ ഇൻ കേസ് നമുക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം കാലിക്ക് പോകേണ്ടി വരും. അപ്പൊ അതിലും വേറെ കിട്ടുന്ന ആട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് നഷ്ടമാണ്. നഷ്ടം വെച്ചാൽ പെരുത്ത നഷ്ടമാണ്. പിന്നെ എന്ത് പണ്ടാരെങ്കിലും ആട്ടം നടത്തണ്ട. കാരണം മുടിയാനായിട്ട് വന്ന് പെട്ടുപോയി. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെയാലും തല ഉരിക്കൊണ്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങോട്ട് പോക്കണ്ടേ. വിളിച്ചു പറഞ്ഞപ്പം വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് കുത്തുമശ്ശേരി അമ്പലം വടക്കേക്കര കേട്ടാ, അതിന്റെ അവിടെയാണ് ഇപ്പൊ നമ്മള് ഡ്രോപ്പ് അവിടെ വന്നേക്കുന്നത്. നമുക്ക് അതിൽ കിട്ടിയത് അങ്ങനെ 1000 കഴിഞ്ഞു കേട്ടോ. 236 രൂപ ലഭിച്ചു. ഓക്കെ, ഇതിപ്പോ ഇന്റർസിറ്റി ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഇത് ഇന്റർസിറ്റി അല്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഊണ് കഴിക്കാം. ഓണായി കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ലാഗ് അടിപ്പിച്ച് കൊന്നു. ഏതായാലും അവിടുന്ന് ട്രിപ്പ് അടിച്ചു. ഇനിയിപ്പോ നമ്മള് അവിടുന്ന് ഇങ്ങ് പോന്നു. ഒരു 14 കിലോമീറ്ററാ കാണിച്ചേ, പക്ഷെ മാപ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 10 കിലോമീറ്റർ ആയി. ഓക്കെ, ഏതായാലും നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് നോക്കാം. ഓക്കെ, ഊണ് കഴിച്ചിട്ടില്ല. ഇത് അമ്പലപ്പറമ്പൊന്നും അല്ല. ഏതായാലും നമുക്ക് ഊണെടുത്ത് വെക്കാം. അമ്പലപ്പറമ്പ് അവിടെ വെച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഊണ് കഴിച്ചിട്ടുള്ള പരിപാടി നോക്കാം. ഇതിനകത്താണ് കേട്ടോ, സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പാത്രം കഴുകാനുള്ള വെള്ളമാണ്. ഇത് അത് പറഞ്ഞും പോയല്ലോ. ഓക്കെ, നമ്മള് പ്ലേറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അയ്യോ, കറി ചെരിഞ്ഞു പോയി കാണും. ഓക്കെ, നമുക്ക് ഏതായാലും ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകാം. കൂട്ടത്തിൽ കൈയും കഴുകാം. നമ്മൾ കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറെടുത്തിട്ട് അകത്തിരുന്ന് കഴിക്കുക. അത് അമ്പലമായതുകൊണ്ട് കണ്ടോ, ഇതൊക്കെ ചെരിഞ്ഞതായതുകൊണ്ട് ആകെ. ഇത് മീൻകറിയാണ് കേട്ടോ. ഇത് അവിയല്, ഇത് പയറുതോരൻ, വേറൊരു സാധനം ഉണ്ടാകുന്നല്ലോ, ഇത് പപ്പടം. ഓക്കെ, അത് കമത്തി. ഇനിയിപ്പം അവിയൽ ഈ സൈഡിലോട്ട് വെച്ചു. ഇനി അടുത്ത് പയറുതോരൻ, അത് ഈ സൈഡിൽ കുടഞ്ഞിട്ടു. ഇനി അടുത്തത് മീൻകറിയാണ്. മീൻകറി ഇതിൻ്റെ മുകളിൽ കൂടെ ഉണ്ട് കമത്താം. ഇത് ആ കിടക്കുന്ന അമ്പലമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അമ്പലത്തിന് പുറത്തിറങ്ങിയാണ് നമ്മൾ കഴിക്കുന്നത്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി കേട്ടോ. മീനായോണ്ടേ നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. ഇതാണ് പപ്പടം. ഇത് ഗുരുവായൂർ പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. യെസ്, നമുക്കിതിങ്ങനെ നീക്കി വെച്ചിട്ട് ഒരു തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, പപ്പടം എടുത്ത് കൈ പിടിക്കാം. എന്താ പപ്പടത്തിന്റെ വലിപ്പം എന്ന് നോക്കി. ഇച്ചിരി മീൻചാറും ലേശം അവിയലും പയറും കൊള്ളാം, അടിപൊളി. ഓക്കെ,
അപ്പൊ പപ്പടം, അവിയല്, മീൻകറി, പയറുതോരൻ. ഓക്കെ, അപ്പൊ ഇനി ഇത് ഫിനിഷ് ചെയ്തിട്ട് ക്യാമറ ഇരിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാ. ഓക്കെ, കഴിച്ചിട്ട് കാണാം. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ, നമ്മൾ പതുക്കെ ഇവിടുന്ന് നീങ്ങുവാണ്. നിങ്ങൾ കിടന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ എടപ്പള്ളിക്ക് പിടിക്കാം. ഇപ്പൊ സമയം 2:20, 2:30. ഓക്കെ, ഇന്നത്തെ കാര്യം പോക്ക. 3 ട്രിപ്പാ കിട്ടിയ. 3 ട്രിപ്പ് എത്ര മണിക്കൂർ കൊണ്ടാന്നറിയോ? കാണിക്കാട്ടാ, എത്ര മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ടാ. 7 മണിക്കൂർ, 7 മണിക്കൂറും 10 മിനിറ്റും ഓൺലൈനിൽ കിടന്നിട്ടാണ് 3 ട്രിപ്പ് കിട്ടിയത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതറ്റം വരെയും പോവും. ഓക്കെ, അങ്ങനെ നമ്മള് നോർത്ത് പറവൂര് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അഷ്ടംപടി സിറ്റിയിലോട്ടാണ്, സൗത്ത് ചുറ്റുവരുന്നും പറഞ്ഞാ വന്നേക്കുന്നത്. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 500 മീറ്റർ കൂടെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ അവിടുന്ന് ഇവിടം വരെ കാലിക്ക് വെള്ളം വന്നു. ഓക്കെ, അതായത് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ്. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞോട്ടോ നമുക്ക് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു, ജനറൽ ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടായിരുന്നു ആ ട്രിപ്പ്. നമുക്ക് നോർത്ത് പറവൂര് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയത് അഷ്ടംപടി സിറ്റിയിലോട്ടാണ് കേട്ടോ. അഷ്ടംപടി സിറ്റി വന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കണക്ട് ചെയ്ത് കിട്ടി. അത് ജനറൽ ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടായിരുന്നു. ആ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സമയം 4 മണിയായി. ഇനിയിപ്പോ നമ്മള് വൈകിട്ട് ഇറങ്ങുന്നുള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോ ഇറങ്ങാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് യൂബർ നമുക്ക് 8ന്റെ പണിയാണ് തന്നത് കേട്ടോ. കാരണം ഒരു രക്ഷയില്ലാത്ത ലാഗടിപ്പിച്ച് കൊടുങ്ങല്ലൂര് കൊണ്ടിട്ട് അല്ലാണ്ട് വേറെ ട്രിപ്പൊന്നും തന്നില്ല. ഏതായാലും 2 ട്രിപ്പ് ഇപ്പൊ ഇവിടെ അവിടെ നിന്ന് തന്നു. അങ്ങനെ 1500 രൂപ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഓഫ് ആക്കിയിട്ടേക്കാണ് കേട്ടാ. ഇനി ബാക്കി ഒരു 8 മണിയൊക്കെ ആകുമ്പോ നമുക്ക് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ 4 മണിക്ക് ശേഷം നമ്മളത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 8:16 ആയിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ. യൂബറും ഓൺ ആക്കിയിട്ടുണ്ട്, റാപ്പിഡോയും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് വരുന്നതിന് വരെ. പിന്നെ നൈറ്റ് ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് കാരണം ഒരു മറ്റേ നൈറ്റ് ഡ്രൈവിംഗ് ക്ലാസ് മേടിച്ചു. ഇന്നാണ് കേട്ടോ വന്നത്. ഏതായാലും എങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അതിന്റെ റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ പറയാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും വെച്ച് നോക്കാം, ഓടി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പേട്ടയിലുള്ള അക്വേറിയം എന്ന് പറഞ്ഞ ബാറിലാണ് കേട്ടോ. അവിടെ ആളെ ഇറക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. 150 രൂപയാണ് നമുക്ക് ക്യാഷ് കളക്റ്റഡ് കാണിച്ചോട്ടോ. നമുക്ക് 107 രൂപയും കിട്ടി. ഓക്കെ, നമുക്കപ്പോ CNG ഇല്ല. അപ്പൊ CNG അടിക്കണം. ഇനിയിപ്പോ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയോ. നൈറ്റില് ഒക്കോ നൈറ്റില് CNG 9 മണി വരെ കണ്ടേ ഉള്ളു പേട്ടയില്. അപ്പൊ നമുക്കത് അടിക്കണം. നമ്മുടെ നൈറ്റ് ഡ്രൈവിംഗ് ക്ലാസ് കൊള്ളാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചില്ല് പോലെ നിൽക്കുന്നൊന്നുമില്ല. എതിരെ വരുന്ന വണ്ടിയുടെ വെട്ടം കടലിൽ അടിക്കുമ്പോഴത്തേക്ക് ഒരു സൂചിക്ക് കുത്തുന്ന ഒരു ഇതുണ്ട്. അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കണ്ണട വെക്കാത്തവർ വെച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു ഇറിറ്റേഷൻ പോലെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. CNG ക്ലോസ് ആയോ? ഏതായാലും ഭാഗ്യം ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാര്. നമ്മളിപ്പോ ഉള്ളത് പേട്ടയിൽ ആളെ ഇറക്കിയിട്ട് നമ്മള് CNG ഒക്കെ അടിച്ചിട്ട് നമ്മളിപ്പോ ശ്രീപൂർണ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ഇപ്പഴും മാറി കിടക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിന്ന് ഒരു ബുക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരു സ്മിതയാണ് കേട്ടോ.
എളംകുളത്തിന് അങ്ങോട്ടങ്ങാണ്ടാന്ന് തോന്നുന്നു. മാച്ച് ട്രിപ്പാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഏതായാലും നമുക്കിത് ഇതാണ് സ്മിത നിൽക്കുന്നത് കണ്ടാ. സ്മിതനെ പോയി ബുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് തൃപ്പൂണിത്തറയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഉള്ള അമ്പാടിമലയാണ് കേട്ടോ. കറക്റ്റ് ചോറ്റാനിക്കര അല്ല, നമുക്ക് അടിച്ച് ചോറ്റാനിക്കരക്കാണ് കേട്ടോ. ആകെ മഞ്ഞ് പിടിച്ചിട്ടൊന്നും കാണാൻ പാടില്ല. നമുക്ക് ട്രിപ്പ് വന്ന് ചോറ്റാനിക്കരക്കായിരുന്നു കേട്ടോ. പേട്ടയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ്. ആ ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടുന്ന് അമ്പാടിമല അമ്പാടിമലയും വേണ്ട തൃപ്പൂണിത്തറയ്ക്ക് ഇപ്പൊ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ടപ്പുറത്തുനിന്നൊരു തിരിവുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അത് ഇച്ചിരി ചെറിയ ഇടുങ്ങിയ വഴിയാ. അതിൽ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്, കയറി പോയിട്ടില്ല. അപ്പൊ അതുപോലെ ഇച്ചിരി കുത്ത് കയറ്റമാ, അത് വേണ്ടാന്ന് വെച്ചു. അതായത് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ട്രിപ്പാണ്, എന്നാലും വേണ്ടില്ല. ഇന്ന് പകലൊക്കെ വെറുതെ കാറ്റുകൊണ്ട് കിടക്കായിരുന്നു, അതുകൊണ്ട് കിട്ടുന്നതൊക്കെ പിറക്കി എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഏസ് അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ചോറ്റാനിക്കര വന്നപ്പോ അടിച്ച ട്രിപ്പ് തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞാൽ വന്ന, ഞാനത് തൃപ്പൂണിത്തറയ്ക്കായിരിക്കുന്നു. പക്ഷെ തൃപ്പൂണിത്തറയ്ക്കല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് തന്നെയായിരുന്നു. അപ്പൊ അവരെ അവിടെ കൊണ്ടാക്കി. ഇപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമുക്ക് കിട്ടിയത് 197 രൂപയാണ് കേട്ടോ കിട്ടിയത്. 139 രൂപ കാണിച്ച്, അതിൽ 97 രൂപ കിട്ടിയത്, ബാക്കി അവരെടുത്തു. എന്തായാലും ആട്ടെ. അങ്ങനെ നമ്മളിപ്പോ 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചോറ്റാനിക്കരയാണ്. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ചോറ്റാനിക്കരയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എറണാകുളം സൗത്തിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എന്താണ് അർജുനൻ കെ. ഓക്കെ, അർജുനൻ കെനെ നമുക്ക് സൗത്തിൽ കൊണ്ട് ചാടിക്കാം. ഓക്കെ, ഏതായാലും ആളവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പൊ നമുക്ക് ഒരു 550 മീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാന്നൊക്കെ ഒന്ന് ഓർത്ത് സീറ്റൊക്കെ ഒന്ന് ചെരിച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ച്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. 290 രൂപ കാണിച്ച 15 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമുക്ക് ലഭിച്ച ട്രിപ്പില് 272 രൂപ കിട്ടി കേട്ടോ. 290 രൂപ കാണിച്ചിട്ട് 272 രൂപ നമുക്ക് ലഭിച്ചു. ഓക്കെ, ഏതായാലും നമ്മള് സൗത്തിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ സൗത്തിൽ വന്നേ ഉള്ളൂ, ആളെ അവിടെ ഇറക്കി. അങ്ങനെ നമ്മൾ 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇതിനകത്ത് കറക്റ്റ് ആവുന്നുണ്ടോ തോന്നുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് വരട്ടെ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നല്ല, രാമവർമ്മ ക്ലബ്ബ് എറണാകുളം. ഓക്കെ, മറൈൻ ഡ്രൈവിൽ നിന്നാണ് കേട്ടോ. അപ്പൊ പോയി എടുക്കാം. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് വൈപ്പിലാണ് കേട്ടോ. നമ്മള് എളമക്കര ആയിരിക്കും പറഞ്ഞൊക്കെ എടുത്തത്, പക്ഷെ എളമക്കര ഒന്നും അല്ല, വൈപ്പിലാണ്. പക്ഷെ അങ്ങനെ ഊഹം പറയാൻ കാരണം എന്താ വെച്ചാൽ മാച്ച് ട്രിപ്പാണ് അടിക്കുന്നത്. അപ്പൊ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ഒരു ഊഹം വെച്ച് എടുക്കുള്ളൂ. പെട്ടെന്നൊരു വിന്നായം പോലെ കണ്ടപ്പോ പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷെ ഇത് വൈപ്പിലാണ്. വൈപ്പിൽ ആളെ ഇറക്കി. നമുക്ക് 350 രൂപ ക്യാഷ് കളക്റ്റഡും 232 രൂപയാണ് ലഭിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്ത ട്രിപ്പ് നമുക്ക് റോഡിലോട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യാം. ഒരു സ്വല്പം ഉള്ളിലോട്ട് കയറി പോന്നു. ഓക്കെ, നമുക്കപ്പോ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ചാടി എടുത്തു. ഏതായാലും ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്, 2.5 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ എടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ജാക്സൺ ആണ്. വളഞ്ഞമ്പലം ആകാമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കണ്ട പോലെ തോന്നുന്നുണ്ട് കേട്ടോ.
എവിടെയാന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഏതായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ സമയം 11:36 ആയിട്ടുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട്. ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചാണ് ഞാൻ അടിച്ചു മാറ്റിയേക്കുന്ന കേട്ടോ ട്രിപ്പ്. കാരണം ഇത്ര അടുത്തൊക്കെ വണ്ടി കിടപ്പുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അടിച്ചിട്ടുണ്ട്, ഞാനത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാച്ച് ട്രിപ്പായിരുന്നു കേട്ടാ, അതുകൊണ്ടാണ് പടയെന്ന് വന്നു ചാടിയെടുത്തു. ഓക്കെ, ഏതായാലും നമുക്ക് പോയി എടുക്കാം. ഗൈസ്, ആ ചങ്ങാതി വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല കേട്ടാ. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആളെടുക്കുന്നില്ല. നമുക്ക് പണി തന്നാണോ എന്ന് സംശയമില്ലാഴിയില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒതുക്കാം. ആ ചങ്ങാതിയാണെങ്കിൽ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനിയിപ്പോ ഈ സമയം ഓടി കഴിയുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആ ക്യാൻസലേഷൻ ഫീസ് ഒന്നും കിട്ടൂല. എന്ത് ചെയ്യുമെന്ന് ബുക്ക് ചെയ്തിട്ട് ഈ ചങ്ങാതിനെ വിളിച്ചിട്ട് എടുക്കാത്ത പോലും. ഇനി വേറെ എവിടെയെങ്കിലും, പക്ഷെ ലൊക്കേഷൻ എവിടെയാ കൊടുത്തേക്കുന്നത്? എന്താ ഗുരുദേവ ലൈൻ, ഇതാണ് ഗുരുദേവ ലൈൻ. ആളെ വിളിച്ചിട്ട് ആള് ഫോൺ എടുക്കണ്ടേ. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ആ റോഡ് വരെ റിവേഴ്സ് പോകേണ്ടി വരും. എന്ത് പണിയാന്ന് നോക്കണം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. നായരമ്പലം അടുത്തെങ്ങാണ്ടായിരുന്നു കേട്ടോ ആ ട്രിപ്പ്. സ്ഥലപ്പേരൊന്നും അറിയാൻ പാടില്ല, രാത്രിയാണ്. രാത്രി ആവട്ടെ, ഒന്നും അറിയാൻ പാടില്ല. ഏതായാലും ആള് നമുക്ക് ടിപ്പൊക്കെ തന്നു കേട്ടാ. 40 രൂപ ടിപ്പൊക്കെ തന്നു. ആളുടെ ജീവിത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാത്തിനും എസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആള് ലേശം വെള്ളമാണ്. ആളിന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് ആളെ ഹാപ്പി ആയിട്ട് ആളെ കൊണ്ടാക്കി. ഇനിയിപ്പോ നമുക്ക് ഇനി ഇവിടുന്ന് എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അങ്ങനെ 11 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടാ. ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടാ. 12:30 ആയി. നമുക്ക് പതുക്കെ നീങ്ങാം കേട്ടോ, പതുക്കെ അങ്ങോട്ട് പോകാം. അല്ല അങ്ങനെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടുന്ന കാര്യം സംശയമാണ് ഈ സമയങ്ങളിലൊക്കെ. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങാം. വൈപ്പിന്റെ ഭാഗമാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. നായരമ്പലം കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നായരമ്പലത്താണ് കേട്ടാ. അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. എറണാകുളം ഭാഗത്തോട്ട് പോവാം. ഈ ഭാഗത്തൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടില്ല. ഓക്കെ, അത് മുമ്പത്തെ മാച്ച് ട്രിപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് എങ്ങോട്ടാന്ന് അറിയാണ്ട് ചാടി എടുത്തത്. നായരമ്പലമൊക്കെ ആണെങ്കിൽ എടുക്കണ്ടായിരുന്നു, കാരണം ഇത്രയും മുന്നോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു കിട്ടില്ല. പിന്നെ ആളെ 40 രൂപ നമുക്ക് ടിപ്പ് തന്നു. ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ആളും യൂബർ ഡ്രൈവറാണ് കേട്ടോ. ആള് ഓട്ടോറിക്ഷയാണ്, യൂബർ ഓട്ടോയാണ് ഓടുന്നത്. എന്തായാലും കൊള്ളാം, നല്ലത് വരട്ടെ. ഓക്കെ, നമുക്ക് ഏതായാലും പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു. കാരണം അവിടെ KSEBയുടെ ആൾക്കാർ അവിടെ പോസ്റ്റ് മാറ്റിയിടുവോ അങ്ങാണ്ടായിരുന്നു, മറ്റേ ക്രെയിൻ കൊണ്ടുവന്ന്. അതുകൊണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന വഴിക്ക്. അപ്പൊ അങ്ങോട്ട് ഏത് കോലത്തിലാണോ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പോസ്റ്റ് പിടിപ്പിച്ചോന്ന് അറിയത്തില്ല കേട്ടാ. ഏതായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ബസ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് പതുക്കെ നീങ്ങാൻ കേട്ടാ. ട്രിപ്പ് വരുവാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പതുക്കെ പോവാം. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടാ.
ലാസ്റ്റ് ട്രിപ്പ് പനങ്ങാടേക്ക് അടിച്ചിട്ടുണ്ട്. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ബാനർജി റോഡിൽ നിന്നാണ് കേട്ടോ, കച്ചേരിപ്പടി. പിന്നെ കാസിം ബായി ആണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാസിം ബായിനെ പനങ്ങാട് എത്തിക്കാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ. കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോ അവിടുന്ന് തിരിച്ചു പോന്നു. കംപ്ലീറ്റ് ആയി. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പൊ നമ്മളിപ്പോ ഉള്ള കുണ്ടന്നൂരാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ സമയം 1:51 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഏൺ ചെയ്തേക്കുന്നത് 2853 രൂപയാണ് കേട്ടോ. ഓക്കെ, ഏതായാലും ട്രിപ്പ് മോശമായിരുന്നു രാവിലെ മുതലേ. ഏതായാലും ഇത്രയായാലും എത്തിക്കാൻ പറ്റിയില്ല, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ. ഇപ്പൊ ഞായറാഴ്ചയാണ് ഇറങ്ങുന്നത്. ഇനി പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കില്ല, അതാണ്. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച പോലെ വീഡിയോ ഇടാം. ഓക്കെ, അപ്പൊ നല്ലൊരു വീഡിയോയുമായി നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി എന്നാ. ഓക്കെ.